morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 26-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കർത്താവ് ഇസഹാക്കിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസഹാക്കായിരിക്കുന്ന ദേശത്ത് വലിയൊരു ക്ഷാമത്തിന്റെ സാഹചര്യത്തിൽ കൊടുക്കുക. അബ്രഹാമിന്റെ കാലത്തുണ്ടായ പോലെ ഒരു വലിയൊരു ക്ഷാമം. പക്ഷേ ഇസഹാക്ക് തന്റെ ബുദ്ധി കൊണ്ട് ആ ക്ഷാമത്തെ തരണം ചെയ്യാനുള്ള പദ്ധതി മനസ്സിൽ ചിന്തിക്കുക. വേറൊരു ദേശത്തേക്ക് ഓടിപ്പോകാം, സമൃദ്ധിയുള്ള ഒരു ദേശത്തേക്ക്. കർത്താവ്, നീ ഇവിടെ തന്നെ ഇരിക്കുക, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നിന്റെ സമൃദ്ധി ഈ ദേശത്തിന്റെ പച്ചപ്പും വെള്ളവും സാഹചര്യമായിട്ട് ബന്ധപ്പെട്ടല്ല. നിന്റെ സമൃദ്ധി എന്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. നീ വർദ്ധിക്കുന്നത് ആ നിലത്തിന്റെ സമൃദ്ധി കൊണ്ടല്ല, നീയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ സമൃദ്ധിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആ ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി കൊയ്തു. പിന്നെ പറയുന്നത്, അവൻ വർദ്ധിച്ച്, കർത്താവിനെ അനുഗ്രഹിച്ചവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ഇസഹാക്കിന്റെ വർധനവ്, ഇസഹാക്കിന്റെ അനുഗ്രഹം ഇരുന്നത് ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ദേശത്തിന്റെ സാഹചര്യങ്ങളോ കാലാവസ്ഥയോ ക്ഷാമമോ ദാരിദ്ര്യമോ സമൃദ്ധിയോടുള്ള ബന്ധത്തിലല്ല, കർത്താവിന്റെ അനുഗ്രഹത്തോടുള്ള ബന്ധത്തിലാണ്. അവിടെ ഇസഹാക്ക് ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ ക്ഷാമത്തിന്റെ ഭാഗമല്ല, ഞാൻ അബ്രഹാമും എന്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടിയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രതികൂലങ്ങളുടെയോ പ്രതിസന്ധികളുടെയോ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണണം. നിങ്ങൾ ഒരു പക്ഷേ ആളുകളാൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, ഒറ്റപ്പെടുത്തപ്പെടുന്ന സാഹചര്യമായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആളുകൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കാം, ആളുകൾ നിങ്ങളെ അവഗണിച്ചിരിക്കാം. നിങ്ങൾ നിരാശയുടെയും പ്രതികൂലത്തിന്റെയും നടുവിൽ കൂടെ പോകുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങൾ മറക്കരുത്, ഹല്ലേലൂയ, നിങ്ങൾ പ്രതിസന്ധികളുടെ ഭാഗമല്ല, നിങ്ങൾ തകർച്ചയുടെ ഭാഗമല്ല, നിങ്ങൾ കർത്താവിന്റെ ഉടമ്പടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹല്ലേലൂയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത്, നിങ്ങളുടെ കർത്താവിനോടുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് നിങ്ങളും കർത്താവിനുള്ള ബന്ധത്തിലാണ് നിങ്ങളുടെ സമൃദ്ധി ഇരിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും സാഹചര്യം അനുസരിച്ചുള്ള വർധനവും ഉയർച്ചയുമല്ല, കർത്താവ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അനുസരിച്ച്, കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടി അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും സമൃദ്ധി ഒഴുകുന്ന ദിവസമായി മാറട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.